ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ സന്ധ്യാസമയത്ത് വീണ്ടും ഈ ദേശത്തിൻ്റെ മധ്യത്തിലായിരിക്കാൻ സ്വർഗം നമുക്ക് കൃപ ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തിരുസന്നിധിയിൽ വന്ന നിമിഷം മുതൽ ഇതുവരെയും തൻ്റെ ദിവ്യമായ സാന്നിധ്യം ഈ ആലയത്തിലും പന്തലിലുമായി അലതല്ലുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ വന്ന നിമിഷം മുതൽ അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിച്ച് നമ്മുടെ ദൈവത്തെ ആത്മാവിൽ ആരാധിച്ച് സൗഖ്യവും വിടുതലും അനുഭവമാക്കുവാനും ജീവിതത്തിൽ ദൈവം ചെയ്തതായ അനുഗ്രഹീതമായ അത്ഭുതങ്ങളെ വർണ്ണിച്ചതായ മനോഹരമായ ഒരനുഭവ സാക്ഷ്യവും കേൾക്കുവാനിടയായി തീർന്നല്ലോ. തുടർന്നും ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് തിരുസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ രാത്രിയിലും പരിശുദ്ധാത്മാവ് വ്യക്തവും ശക്തവുമായി തൻ്റെ ദിവ്യമായ ആലോചന നമുക്ക് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കുക എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ക്രൂശിനെ സഹിച്ച, ക്രൂശിനെ വഹിച്ചതായ, ജയം കൈവരിച്ച യേശുവിനെ ആത്മാവിൽ വരച്ചു കാട്ടുവാൻ കൃപ ചെയ്തല്ലോ. ശരീരത്തിലും പ്രാണനിലും താൻ സഹിച്ചതായ പാടുകൾ, അത് നമ്മുടെ പാപം, ശാപം, രോഗം ഇവ വഹിച്ചുവെന്നും താൻ ദൈവ സിംഹാസനത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നുവെന്നും തന്നെ പോലെ ജയിക്കുന്നവൻ, യേശുവിനെ പോലെ ജയിക്കുന്നവൻ നിശ്ചയമായിട്ടും ആ ജയസിംഹാസനത്തിൽ എത്തിച്ചേരുമെന്നുള്ളതായ അനുഗ്രഹീതമായ സന്ദേശത്താൽ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാൻ കൃപ ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ കണ്ടെത്തുവാൻ കഴിയുന്നതായ ഒരനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തെ പറ്റി പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യേ ശക്തമായി ഇടപെട്ടപ്പോൾ നമുക്ക് ശ്രവിക്കുവാനിടയായി തീർന്നു. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ളതായ സ്വാതന്ത്ര്യമാണെന്ന് അത് നമുക്ക് ഒന്നും കൂടെ ചിന്തിക്കുവാനിടയായി തീരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് രാത്രികാലം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നതായ സ്വാതന്ത്ര്യത്തെപ്പറ്റി അല്പമായി ചിന്തിച്ച് ഞാൻ എൻ്റെ ഭാഗം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആധാരമായി യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 36-ാം വാക്യം വായിക്കാം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട വചനം ഈ രാത്രിയിൽ പല ആവർത്തി ഈ ആലയത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം വീണ്ടും വീണ്ടും നമ്മളോട് ഹൃദ്യമായി ഇടപെടുന്നെങ്കിൽ വചനം നമ്മുടെ അടുക്കൽ തിരുവചനത്തിൻ്റെ വാക്കുകൾ പോലെ, അത് പാറയെ അടിക്കുന്ന ചുറ്റിക പോലെ നമ്മളോട് വീണ്ടും വീണ്ടും ശക്തമായി നമ്മോട് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. ഇന്ന് രാത്രികാലം വിവിധമായ തലങ്ങളിൽ സ്വാതന്ത്ര്യമില്ലാതെ ദൈവസന്നിധിയിൽ അത് കടന്നു വന്നിരിക്കുന്ന നമുക്ക് സർവശക്തനായ ദൈവം സ്വാതന്ത്ര്യം അരുളി ചെയ്യട്ടെ. ദൈവത്തിന് സ്തോത്രം. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണല്ലോ സ്വാതന്ത്ര്യം എന്നുള്ളത്. സ്വാതന്ത്ര്യം എന്നുള്ള പദത്തിന് വിവിധ ഭാഷകളിൽ നിന്നുള്ളതായ അർത്ഥങ്ങൾ ചേർത്ത് ഒരു വിവർത്തനം ഇപ്രകാരമാണ് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു വ്യക്തിയുടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ ഭയം, വേദന, അടിമത്വം, ആകുല ചിന്ത, അസമാധാനം, അസന്തുഷ്ടി, അനീതി തുടങ്ങിയവയില്ലാതെ ജീവിക്കുന്ന അവസ്ഥയാണ് സ്വാതന്ത്ര്യം. ആ വാക്കുകൾ ആവർത്തിക്കട്ടെ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രഹസ്യവും പരസ്യവുമായ അവൻ്റെ ജീവിതത്തിൽ ഭയം, വേദന, അടിമത്വം, ആകുല ചിന്ത, അസമാധാനം, അസന്തുഷ്ടി, അനീതി തുടങ്ങിയവയില്ലാതെ ജീവിക്കുന്ന അവസ്ഥയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യത്തിനൊരു ധർമ്മമുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ ധർമ്മത്തെ പറ്റി പ്രസിദ്ധനായ ഒരു സാഹിത്യകാരൻ ടോണി മോറിസൺ എന്ന് പറയുന്ന വ്യക്തി ഇപ്രകാരം എഴുതുവാനിടയായി തീർന്നു. മറ്റുള്ളവരെ സ്വതന്ത്രരാക്കുക,
അല്ലെങ്കിൽ മോചിപ്പിക്കുക എന്നുള്ളതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ധർമ്മം. പ്രിയ ദൈവമക്കളെ, മാത്രമല്ല ലോകത്തിലുടനീളം അനേകം പേർ സ്വാതന്ത്ര്യകാംക്ഷികളായി വിവിധ പശ്ചാത്തലത്തിൽ ഇരിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കേണ്ടതിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുവാനിടയായി. അതോട് ചേർന്ന് തന്നെ അവരുടെ തത്വങ്ങളും ആശയങ്ങളും ലോകത്തോട് അവർ പങ്കുവെച്ചു. അനേക തത്വങ്ങൾ നമുക്ക് ലോകത്തിൽ കാണുവാനും കേൾക്കുവാനും കഴിയുന്നുണ്ട്. അതിൽ ഒരു ചിന്തകൻ ഇപ്രകാരം എഴുതുവാനിടയായി. ഒരു ചോദ്യമാണ് താൻ ഒന്നാമതായി ചോദിച്ചത്. ആ ചോദ്യം ഇപ്രകാരമാണ്: യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ത്? അത് എവിടെ നിലനിൽക്കും? എന്നാൽ ആ ചിന്തകന് സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഇടം കണ്ടെത്തുവാൻ കഴിഞ്ഞു. എന്നാലോ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്തെന്ന് തനിക്ക് അതേ പറയുവാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. താൻ കണ്ടെത്തിയതായ ആ ഒരു അറിവ്, എവിടെയാണ് ഈ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് തനിക്കൊരു മറുപടി കിട്ടി. അതിപ്രകാരമായിരുന്നു: എവിടെ സ്വയം വഞ്ചിക്കപ്പെടാത്ത ഒരു മനസ്സുണ്ടോ, ആ മനസ്സിലാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതേ ഈ ലോകത്തിൻ്റെ അധിപതിയായ സാത്താനാൽ വഞ്ചിക്കപ്പെടാതെ ഒരുവന് തൻ്റെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുവാൻ കഴിയുന്നെങ്കിൽ അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു: എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം? പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നാം നിറയപ്പെട്ടപ്പോൾ നമുക്ക് അതിൻ്റെ മറുപടി ലഭിക്കുവാനിടയായി. സത്യം അതേ നിങ്ങളെ സ്വതന്ത്രരാക്കും. യേശുവെന്ന സത്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നുള്ളത് എളമ്പൽ ദേശത്തോട് ഒരിക്കൽ കൂടി ഓർപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ആയതിനാൽ പ്രിയ സ്നേഹിതരെ, ലോകമാസകലം ചോദ്യങ്ങൾ ഉന്നയിച്ചും മറുപടികൾ കണ്ടെത്തിയതുമായ ഒരു വാക്കാണ് അതേ സ്വാതന്ത്ര്യം എന്നുള്ളത്. ദൈവത്തിന്റെ സ്തോത്രം. മാത്രമല്ല, അതേ സ്വാതന്ത്ര്യത്തെ പറ്റി പലരും പലതും പാടിയെങ്കിലും ഇതുവരെയും ലോകം ആസ്വദിക്കുവാൻ ആഗ്രഹിച്ചതായ സ്വാതന്ത്ര്യത്തിലേക്ക് അവർക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ സ്തോത്രം. ലോക രാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുന്നതായ, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതായ, ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തതും ഇനി ലഭിക്കുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതുമായ സ്വാതന്ത്ര്യത്തെ പറ്റി ഇങ്ങോട്ട് ഓർപ്പിച്ചിട്ട് വചനത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിലൊന്നാമത്തത് ദാരിദ്ര്യത്തിൽ നിന്നുള്ളതായ സ്വാതന്ത്ര്യമാണ് ലോക രാഷ്ട്രത്തിൽ അധിപതികൾ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തത് അതേ ആക്രമണ ഭീതിയിൽ നിന്നുള്ളതായ സ്വാതന്ത്ര്യം. ദൈവത്തിന് സ്തോത്രം. യുദ്ധഭീതി, യുദ്ധഭീഷണി, ആഭ്യന്തര കലഹങ്ങൾ ഇവയൊന്നുമില്ലാതെ സ്വതന്ത്രമായിട്ട് പോകുവാനും വരുവാനും അതേ തങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ നോക്കുവാനും തങ്ങളുടെ പ്രജകൾക്ക് ഒരു അനുവാദം കൊടുക്കുന്നതായ ഒരു പ്രതീക്ഷയാണ് അവർ വെക്കുന്നത്. മൂന്നാമതായിട്ട് ലോകമെമ്പാടും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തില് ആഗ്രഹിക്കുന്നത് തങ്ങളുടേതായ ആരാധനകളില് അതേ നിലനിന്ന അല്ലെങ്കിൽ ആരാധന സ്വാതന്ത്ര്യം എന്നുള്ളതാണ് ലോകരാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുന്നത്. ലോകത്തിലേത് മനുഷ്യന്റെ ജീവിതത്തിൽ നോക്കിയാലും ഈ മൂന്ന് കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യമായിട്ട് അവൻ പരിഗണിക്കുകയാണ്. നമ്മുടെ കർത്താവ് അല്ലെങ്കിൽ യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തെ പാലും തേനും ഒഴുകുന്നതായ കനാനിൽ എത്തിച്ചതിന് ശേഷവും ഈ മൂന്ന് കാര്യങ്ങളില് അവർക്ക് സ്വാതന്ത്ര്യം നൽകിയിരുന്നതായി ലേവ്യ പുസ്തകം 26 അധ്യായം അതിൻ്റെ 5, 6, 11, 12 വാക്യങ്ങളിലായിട്ട് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അവരുടെ വിളവുകളിൽ ഉണ്ടാകുന്നതായ അനുഗ്രഹങ്ങള്. ദൈവത്തിന്റെ സ്തോത്രം. ആ വാക്യം മാത്രം ഒന്ന് വായിച്ചു കൊടുത്താട്ടെ. ലേവ്യ പുസ്തകം 26 അധ്യായം 5. നിങ്ങളുടെ മേതി മുന്തിരിപ്പഴം
പറിക്കുന്നത് വരെ നിൽക്കും. മുന്തിരിപ്പഴം പറിക്കുന്നത് വിതകാലം വരെയും നിൽക്കും. നിങ്ങൾ തൃപ്തരായി അഹോവൃത്തി കഴിച്ച് നോക്കുക, ദാരിദ്ര്യമില്ലാതെ അഹോവൃത്തി കഴിക്കുന്നതായ ഒരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവം അത് തൻ്റെ ജനമായ ഇസ്രായേലിന് പാലും തേനും ഒഴുകുന്നതായ ദേശം അവകാശമാക്കി കൊടുക്കുമ്പോൾ യഹോവയായ ദൈവം അത് ദാനമായി കൊടുത്തെന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അടുത്ത വചനങ്ങളിലേക്ക് വരുമ്പോൾ വായിക്കാം. നിങ്ങൾ തൃപ്തരായി അഹോവൃത്തി കഴിച്ച് ദേശത്ത് നിർഭയം വസിക്കും. നോക്കുക, ആക്രമണ ഭീതിയില്ലാത്തതായ ഒരു ജീവിതം, ദേശത്ത് നിർഭയം വസിക്കുന്നതായ ഒരനുഭവം. ഭക്തനായ ഇയ്യോബിന്റെ ജീവിതത്തില് സ്നേഹിതന്മാർ പറഞ്ഞതായ വാക്കും അത് തന്നെയാണ്. നീ ചുറ്റും നോക്കി നിർഭയമായി വസിക്കും. പ്രവാചകന്മാരും ആ വാക്കുകൾ എടുത്തെഴുതുവാനിടയായി തീർന്നല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. യെശയ്യാ പ്രവചനത്തിലും ആ വചനം അത് നിർഭയ വസതികളിൽ എൻ്റെ ജനം പാർക്കുമെന്നുള്ളതായ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. മാത്രമല്ല, കാട്ടുമൃഗങ്ങൾ പെരുകിക്കൊണ്ട് കാട്ടുമൃഗങ്ങൾ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതായ ഈ കാലഘട്ടങ്ങളില് ദൈവവചനം കൊടുത്തിരിക്കുന്നതായ വ്യക്തവും ശക്തവുമായ ഒരു സ്വാതന്ത്ര്യത്തെ പറ്റിയും അതേ വചനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ വാക്യം, ഞാൻ ദേശത്ത് സമാധാനം തരും. ഞാൻ ദേശത്ത് സമാധാനം തരും. നിങ്ങൾ കിടക്കും. ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഞാൻ ദേശത്ത് നിന്ന് ദുഷ്ടമൃഗങ്ങളെ നീക്കിക്കളയും. വാൾ നിങ്ങളുടെ ദേശത്ത് കൂടി കടക്കുകയില്ല. നിങ്ങളുടെ ദേശത്ത് കടക്കയില്ല. പ്രിയ ദൈവമക്കളെ, ലോകരാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുന്നതായ, ലോകരാഷ്ട്രങ്ങൾ ഇച്ഛിക്കുന്നതായ, അവരിന്നും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നതായ സ്വാതന്ത്ര്യങ്ങൾ നമ്മളിപ്പോൾ വായിച്ച വചനങ്ങളിൽ നിന്ന് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. മാത്രമല്ല, ഒരാരാധന സ്വാതന്ത്ര്യവും അവർക്ക് ദാനമായി കൊടുത്തു. ഞാൻ എപ്പോഴും നിങ്ങളോടുകൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമെന്ന് യഹോവയായ ദൈവം ഇസ്രായേലിന് വ്യക്തമായി അവർക്ക് ലഭിക്കുന്ന ദേശത്തെ അവകാശമാക്കുമ്പോൾ വാഗ്ദത്തമായി കൊടുത്തു. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കുമെന്ന് അവിടെ ഉറപ്പാക്കി കൊടുക്കുകയാണ്. അപ്പോൾ പ്രിയ ദൈവമക്കളെ, ലോകരാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുന്നതായ ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം തന്നെ വാഗ്ദത്ത ദേശത്ത് ഇസ്രായേൽ ജനത്തിന് അവകാശമാക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രികാലം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നതായ സ്വാതന്ത്ര്യത്തിലേക്ക് ഒരല്പസമയം നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ 2 വിധമായ സ്വാതന്ത്ര്യത്തെ പറ്റി എടുത്ത് ഓർപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. സ്തോത്രം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെ പ്രമാണത്തിൽ നിന്നും അതുപോലെ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്നും എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നുവെന്ന് അവിടെ വിശുദ്ധ പൗലോസ് ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പാപത്തിന്റെ പ്രമാണത്തിൽ നിന്നുള്ളതായ സ്വാതന്ത്ര്യം അതേ ഇന്ന് രാത്രികാലം ഈ ദേശത്തിന് സ്വർഗം ദാനമായി കൊടുക്കുകയാണ്. മാത്രമല്ല, ഇവിടെ ആയിരിക്കുന്ന പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് കർത്താവിന്റെ രാജ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് ഓടുന്നതായ പ്രിയ ദൈവമക്കളെ, നമുക്ക് പാപത്തിന്റെ പ്രമാണത്തിൽ നിന്നുള്ളതായ സ്വാതന്ത്ര്യം നമ്മുടെ കർത്താവ് വരുത്തി കഴിഞ്ഞുവെന്നുള്ളത് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പരാമർശിച്ചിട്ടുള്ളതായ വാക്കുകളിൽ നിന്ന് നാം പരിശോധിക്കുമ്പോൾ ഒന്നാമതായിട്ട് പാപത്തിന്റെ പ്രമാണത്തിൽ നിന്നുള്ളതായ ഒരു സ്വാതന്ത്ര്യം തരികയാണ്. എന്താണ് പാപത്തിന്റെ പ്രമാണം? പാപത്തിന്റെ പ്രമാണം എന്താണ് നമ്മളോട് ചെയ്യുന്നത്? നമുക്കറിയാം,
ഭൂമിയിൽ നമ്മൾ ഏതെങ്കിലും ഖരപദാർത്ഥം അല്ലെങ്കിൽ ഒരു കല്ലെടുത്ത് ഉയരത്തിലേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്താൽ അത് തിരികെ ഭൂമിയിലേക്ക് വന്ന് പതിക്കും. എത്ര ശക്തിയോടെ അത് വലിച്ചെറിഞ്ഞാലും, അത് എത്ര ഉയരത്തിലേക്ക് ഉയർന്നാലും നിശ്ചിത സമയത്തിനുള്ളിൽ അത് താഴേക്ക് വരും. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ ചെയ്യുന്നതായ ഏതൊരു പ്രവൃത്തിയും ഒടുവിലായിട്ട് പാപത്തിലേക്ക് വന്ന് പതിക്കുകയാണ്, അല്ലെങ്കിൽ പാപത്തിന്റെ പ്രമാണത്തിലേക്ക് വന്ന് പതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പാപത്തിന്റെ പ്രമാണത്തിലേക്ക് മനുഷ്യനെ വലിച്ചു കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ പാപത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത് എന്താണെന്ന്, അത് ആകർഷിക്കുന്നതായ ഒരു ശക്തിയാണെന്നുള്ളത് ഈ പറഞ്ഞ ഉദാഹരണത്തിൽ നിന്ന് ഗ്രഹിക്കുവാൻ കഴിയുകയാണ്. മറ്റൊന്നിലേക്ക് ആകർഷിക്കുന്നതായ ഒരു ശക്തി. ദൈവത്തിന്റെ സ്തോത്രം. അതേപ്പറ്റി ദൈവത്തിന്റെ വചനത്തില് യാക്കോബ് അപ്പോസ്തലൻ വ്യക്തമായി ഓർപ്പിച്ചിട്ടുള്ളത്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു എന്നുള്ളതായ വാക്കാണ്. ദൈവത്തിന്റെ സ്തോത്രം. മോഹം ഗർഭം ധരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴി, അല്ലെങ്കിൽ പാപത്തിന്റെ പ്രമാണത്തിലേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ പാപത്തിന്റെ പ്രമാണമെന്ന് പറയത്തക്കതായ ഒന്നാണ് മോഹമെന്നുള്ളതായ കാര്യം. ദൈവത്തിന് സ്തോത്രം. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആയതിനാൽ തന്നെ ഈ ലോകത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തില് ഇപ്രകാരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മോഹങ്ങളെ പറ്റി ഓർപ്പിക്കുവാനിടയായി തീർന്നു. അത് ദൈവത്തിന്റെ വചനത്തെ ഞെരിച്ചു കളയുന്നതാണെന്നും, ദൈവത്തിന്റെ സ്തോത്രം, അത് പല വിഷയ മോഹങ്ങളാണെന്നും യേശു തമ്പുരാൻ ഓർപ്പിക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രികാലം പാപത്തിന്റെ പ്രമാണമെന്ന് പറയത്തക്കതായ മോഹങ്ങൾ പലതുണ്ട്. അത് പലതും ഇന്നും ദൈവസഭയെയും ദൈവജനത്തെയും ദേശത്തെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ഒരു കാര്യം ഉറപ്പായിട്ടും പരിശുദ്ധാത്മാവ് തന്റെ ദിവ്യമായ വചനത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ഈ പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ളതാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതേ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 9-ാം വാക്യത്തിലാണ് യേശു കർത്താവ് പറഞ്ഞത്, അതേ പല വിഷയ മോഹങ്ങൾ. ആ വാക്കുകൾ മാത്രം ഒന്ന് വായിക്കാമോ? മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം. വിഷയമോഹങ്ങൾ എന്നുള്ള ഒരു വാക്ക് അവിടെ പറയുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. മറ്റൊരു ഭാഗത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ പൗലോസിന് പറയുവാനുള്ളത്, ഇഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നുവെന്ന് പറയുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണേ, മോഹങ്ങൾ ദൈവത്തിന്റെ വചനത്തെ ഞെരുക്കി അത് നിഷ്ഫലമാക്കുന്നു. വചനത്തെ പ്രവൃത്തി ചെയ്യുവാൻ അനുവദിക്കാതെ ആ വചനത്തെ നിഷ്ഫലമാക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശു തമ്പുരാൻ അത് പറയുകയാണ്. അത് മാത്രമല്ല, വിശുദ്ധ പൗലോസും അതേപറ്റി പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. താൻ പറഞ്ഞത് ഇപ്രകാരമാണ്, മൗഢ്യവും ദോഷവുമായ മോഹങ്ങൾ എന്നാണ്. ദൈവത്തിന്റെ സ്തോത്രം. തിമത്തിയോസിന് താൻ ലേഖനം എഴുതുമ്പോൾ ആ വാക്കുകൾ വ്യക്തമായി പറയുന്നു. മൗഢ്യവും അതുപോലെ തന്നെ ദോഷകരവുമായ മോഹം. അത് തിമത്തിയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയുകയാണ്. വായിക്കേണ്ടതില്ല. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രികാലം ഇങ്ങനെയുള്ള മൗഢ്യമായ മോഹങ്ങൾ, ദോഷകരമായ മോഹങ്ങൾ, പല വിഷയമോഹങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ കടന്നിട്ട് ദൈവത്തിന്റെ വചനത്തെ ഞെരുക്കി അതിന് ഫലം കൊടുക്കാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഈ കാലങ്ങളൊക്കെയും നമ്മൾ ശ്രദ്ധിച്ചാൽ, ചിന്തിച്ചാൽ നമുക്കറിയാം, മുൻപൊരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ സുവിശേഷം വിവിധമായ നിലകളില്, കവലകളിലും
മറ്റ് പല വിധത്തിലും ഇന്നത്തെ പല മാധ്യമങ്ങളിലൂടെ പലയിടങ്ങളിൽ അറിയിക്കുന്നുണ്ട്. എന്നാൽ ഈ വാക്കുകൾ വേണ്ടത്ര ഫലവത്തായി തീരുന്നില്ലല്ലോ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. എന്നാൽ അതിൻ്റെ കാരണം യേശു കർത്താവ് പറഞ്ഞു, അത് വചനത്തെ നിഷ്ഫലമാക്കുന്ന മോഹങ്ങളാണ്. പ്രിയ ദൈവമക്കളെ, 6 തരത്തിലെ മോഹങ്ങളെ പറ്റി ഇന്ന് രാത്രി നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഒന്നാമത്തത് വിശുദ്ധ പത്രോസിൻ്റെ വാക്കുകളിൽ നിന്നാണ്. അതേ സ്വന്തം മോഹങ്ങൾ എന്ന് പറയുകയാണ്. സ്വന്തം മോഹങ്ങളെ പറ്റി അതേ വിശുദ്ധ പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നു. സ്വന്തം മോഹങ്ങളുടെ അതേ അനന്തര ഫലം എന്ന് പറയുന്നത് അവർ പരിഹാസികളായി തീരും. ദൈവം സൃഷ്ടിച്ചതായ ഭൂമി ഇതുവരെയും മാറ്റമില്ലാതെ അങ്ങനെ തന്നെ തുടരുന്നല്ലോ എന്ന് അതേ പറഞ്ഞുകൊണ്ട് അതേ സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നതായ പരിഹാസികൾ അന്ത്യകാലത്ത് എഴുന്നേറ്റ് വരുമെന്ന് ദൈവത്തിന്റെ വചനം വിശുദ്ധ പത്രോസിലൂടെ നമ്മളോട് അറിയിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. രണ്ടാമതായിട്ട് നോക്കുമ്പോൾ പൗലോസ് വ്യക്തമായി പറയുന്നൊരു വാക്കുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം, യൗവന മോഹങ്ങൾ എന്നുള്ളതായ ഒരു കാര്യമാണ്. ദൈവത്തിന്റെ സ്തോത്രം. തൻ്റെ പ്രിയ മകനോട് വിളിച്ചിട്ട് പറയുന്നു, തിമത്തിയോസിനോട് പറയുകയാണ്, പ്രിയ മകനെ, നീ യൗവന മോഹങ്ങളെ വിട്ട് ഓടേണമെന്ന് പറയുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ലോകത്തിൽ അറിയപ്പെടുന്നതായ ഒരു തത്വചിന്തകൻ റൂസോ എന്ന് പേരുള്ളതായ വ്യക്തി ഇപ്രകാരം ഒരു അഭിപ്രായം പറയുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അതേ, താൻ പറഞ്ഞത്, മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ്. ഒരല്പകാലം ഒരു കുഞ്ഞ് ജനിച്ച് കാലങ്ങൾ ഒരല്പം കഴിയുമ്പോഴേക്കും അതെ അവൻ എല്ലായിടത്തും ചങ്ങലകളിൽ ബന്ധിക്കപ്പെടുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ ആധുനിക തലമുറയെ ഒന്ന് നോക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, അതെ ഇന്ന് മൊബൈൽ ഫോണിനും യൂട്യൂബിനും ഇന്റർനെറ്റിനും മറ്റ് അശ്ലീല സാഹിത്യങ്ങൾക്കും മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയവയുടെ അടിമത്വത്തിലേക്ക് നമ്മുടെ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ലോകത്തിന്റെ പൈശാചികമായ വഞ്ചനയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് യൗവന തലമുറകളെ അതേ ലഹരിക്ക് അടിമകളാക്കി തീർക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ലഹരിക്ക് അവരെ അടിമകളാക്കി തീർത്താൽ പിന്നെ പുറകെ നടന്ന് നശിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. അവരും ആ കുടുംബവും നശിച്ചു പോകും. എന്നാൽ വിശുദ്ധ പൗലോസ് പറയുന്ന വാക്ക് യൗവന തലമുറയോട് പറയുന്നത്, അതേ എൻ്റെ മകനെ, അതേ എൻ്റെ മകനെ, യൗവന മോഹങ്ങളെ വിട്ട് ഓടുവീൻ എന്നുള്ളതാണ്. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന നമ്മളോട് പറയുന്നത്, ദൈവത്തിന്റെ വചനത്തെ ഞെരിച്ച് ഇല്ലാതാക്കുന്നതായ അതേ പല വിഷയമോഹങ്ങളിൽ ഒന്നാണ്, അതേ മൗഢ്യമായ ആ മോഹങ്ങളിൽ ഒന്നാണ് ദൈവത്തിന്റെ സ്തോത്രം യൗവന മോഹങ്ങൾ എന്നുള്ളത്. ആയതിനാൽ യൗവന മോഹങ്ങളെ വിട്ടോടേണമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി പറയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അതിനുശേഷം പിന്തുടരേണ്ട കാര്യങ്ങളും അവിടെ ഓർപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആയതിനാൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയ യൗവനക്കാരെ, അതേ യൗവനക്കാരെ കുറിച്ച് വേദനപ്പെടുന്ന മാതാപിതാക്കളെ, ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മളോട് പറയുന്നു, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. യൗവന മോഹങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് രാത്രികാലം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അതേ ഇവയെ വിട്ടോടുവാനുള്ളതായ ഒരാത്മപ്രേരണ ഉണ്ടാകുവാൻ സ്വർഗം സഹായിക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. മൂന്നാമതായിട്ട് നോക്കുമ്പോൾ ദുർമോഹം എന്നുള്ളൊരു ഭാഗത്തെ പറ്റി വിശുദ്ധ പൗലോസ് ഓർപ്പിച്ചിട്ടുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കത് കാണുവാൻ കഴിയുന്നു. അതേ ദുർമോഹം എന്നുള്ളതായൊരു ഭാഗം. ദൈവത്തിന്റെ സ്തോത്രം. ദുർമോഹത്തിന്റെ പിന്നിലുണ്ടാകുന്ന അവസ്ഥ എന്താണ്? ജനത്തിന് അല്ലെങ്കിൽ ജനം അതേ ദുർമോഹത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞപ്പോൾ
അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പരാജയം ഇന്ന് ലോകത്തില് ദൈവമക്കളുടെ ഇടയിൽ പോലും സംഭവിച്ചു പോകുന്ന കാര്യം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിച്ചാട്ടെ. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. ദൈവത്തിന്റെ സ്തോത്രം. താഴോട്ട് വരുമ്പോൾ ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു കളിപ്പാൻ എഴുന്നേറ്റു. പ്രിയ ദൈവമക്കളെ, മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു ചേർന്നതായ ആത്മീക പരാജയത്തെ പറ്റി നമുക്കിത് കാണുവാൻ കഴിയുന്നു. ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നത് അത് തന്നെയല്ലേ? തിന്നുക, കുടിക്കുക, അതിനുശേഷം എന്ത് കാര്യവും സാഹസ പ്രവർത്തികളില് മനുഷ്യർ ഏർപ്പെടുന്നതായ ഒരവസ്ഥയിലേക്ക് വരികയാണ്. മുൻപും പിൻപും ചിന്തിക്കാതെ ചെയ്യുന്ന പ്രവർത്തികളാണല്ലോ അത് സാഹസ പ്രവർത്തികൾ. അത് ഇന്ന് ലോകത്തിൽ മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ സന്തത സഹചാരിയായി മാറുന്നു. കാരണം അവർ ദുർമോഹികളായി തീരുകയാണ്. വിശുദ്ധ പത്രോസ് അതേപറ്റി ചില കാര്യങ്ങൾ വ്യക്തമായി ഓർപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവർ ചെയ്യുന്നതായ അല്ലെങ്കിൽ ആ അവസ്ഥയിലേക്ക് മനുഷ്യരെ തള്ളിക്കളയുന്നതായ വിവിധമായ അനുഭവങ്ങളെ പറ്റിയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളി പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തുന്നതായ ദുർമോഹികളായ മനുഷ്യരെ ഇവിടെ എടുത്തു പറയുകയാണ്. മാത്രമല്ല അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ പലരും അതെ അനുകരിക്കുമെന്ന് അവിടെ ഓർപ്പിക്കപ്പെടുന്നു. അതിനാൽ സത്യമാർഗവും ദുഷിക്കപ്പെടുന്നുവെന്ന് വേദനയോടെ വിശുദ്ധ പത്രോസ് അത് പറയുന്നു. ആയതിനാൽ പ്രിയ സ്നേഹിതരെ, അതേ ഇന്ന് രാത്രികാലം ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളെ, ദുർമോഹം നിങ്ങളിൽ ആർക്കും വരാതിരിപ്പാൻ സൂക്ഷിക്കണമെന്ന് വിശുദ്ധ പൗലോസ് ഓർപ്പിക്കുകയാണ്. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് അജ്ഞാതകാലത്തിലെ മോഹങ്ങൾ. ദൈവത്തിന്റെ സ്തോത്രം. വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. അജ്ഞാതകാലത്തിലെ മോഹങ്ങൾ. ദൈവത്തിന്റെ സ്തോത്രം. ഈ മോഹങ്ങൾ എങ്ങനെയാണ് മനുഷ്യനെ കൊണ്ടുപോകുന്നത്? അതിന്റെ 18-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് അതിന്റെ ഉത്തരം. അജ്ഞാതകാലത്തിലെ മോഹമെന്ന് പറഞ്ഞാൽ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പിൽ നിന്ന്. ദൈവത്തിന്റെ സ്തോത്രം. അതേ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നടപ്പ്. ഈ നടപ്പിലൂടെ ഒരു വലിയ കൂട്ടം കടന്നു പോകുകയാണ്. അതിൻ്റെ ആധാരം മറ്റൊന്നുമല്ല, അജ്ഞാതകാലത്തിലെ മോഹം എന്ന് വെച്ചാൽ ചില പിതൃപാരമ്പര്യങ്ങളിൽ അവർ വിശ്വസിക്കുകയാണ്. തങ്ങൾ എങ്ങനെ ജീവിച്ചാലും അതേ അടുത്ത തലമുറയിൽപ്പെട്ടവരോ വേണ്ടപ്പെട്ടവരോ തങ്ങളുടെ മരണശേഷം എന്തെങ്കിലും അതേ ക്രിയകൾ ചെയ്ത് തങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് തിന്നുക, കുടിക്കുക, നാളെ ചാകുമല്ലോ എന്നുള്ള പ്രമാണം അനുസരിച്ച് പിതൃപാരമ്പര്യങ്ങളിൽ ആശ്രയിച്ച് ഒരു വലിയ കൂട്ടം ഈ ദേശത്തുണ്ടെന്നുള്ളത് ആത്മാവിൽ പറഞ്ഞുകൊള്ളട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ പ്രിയ ദൈവമക്കളെ, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ ആ നടപ്പ്, അതാണ് അജ്ഞാതകാലത്തിലെ നടപ്പ്. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരടക്ക ശുശ്രൂഷയിൽ ഇവിടെ ആയിരിക്കുന്ന വിശുദ്ധന്മാരിൽ ഒരാള് ഓർപ്പിക്കുവാനിടയായി തീർന്നു. പാരമ്പര്യ സഭകളെന്ന് പറയുന്നതായ ഒരു കൂട്ടം ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. തങ്ങളാണ് ഏറ്റവും മേന്മയേറിയവരെന്ന് അവർ അവകാശപ്പെടുന്നു. എന്നാൽ ഈ പാരമ്പര്യങ്ങൾ എന്നാണ് ആരംഭിച്ചത്? 3-ാം നൂറ്റാണ്ട് മുതൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സഭയ്ക്ക് വേണ്ടുന്നതായ കാര്യങ്ങൾ ക്രമീകരിച്ച് കൊടുത്ത നാള് മുതൽ അല്ലെങ്കിൽ 3-ാം നൂറ്റാണ്ട് വരെ ഇല്ലാത്തതായ ചില അനാചാരങ്ങൾ അതേ പല പാരമ്പര്യ സഭകളിൽ വന്നു കയറിയിട്ട് 3-ാം നൂറ്റാണ്ട് മുതൽ അവർ ആചരിച്ചു വരുന്ന കാര്യങ്ങളാണ് ഇന്നും ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയുന്ന വാക്കെന്താണ്? ഞങ്ങളാണ് പാരമ്പര്യം, ഞങ്ങൾക്കാണ് പാരമ്പര്യം. എന്നാൽ സഭയെ ദൈവം സ്ഥാപിക്കുമ്പോൾ ഇല്ലാത്തതായ മൗഢ്യമായ പല കാര്യങ്ങളും ഉള്ളിൽ കടത്തിയിട്ട് അതേ പാരമ്പര്യമെന്ന് അവകാശപ്പെടുന്നത് അജ്ഞത കൊണ്ടല്ലേ? ദൈവത്തിന്റെ സ്തോത്രം. അറിവില്ലായ്മ കൊണ്ടല്ലേ? ഇന്ന് രാത്രികാലം അങ്ങനെ ആരെങ്കിലും ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ള ദൈവത്തിന്റെ ആലോചന ഇതാണ്. അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കത്തില്ല. ഇന്ന് രാത്രികാലം അറിവില്ലായ്മയുടെ കാലങ്ങളെ
അജ്ഞാത കാലങ്ങളെ ലക്ഷ്യമാക്കാത്തവൻ നിങ്ങളോട് പറയുന്നു, അജ്ഞാത കാലങ്ങളിൽ നിന്നൊരു മോചനം, അജ്ഞാത മോഹങ്ങളിൽ നിന്നൊരു മോചനം നിങ്ങൾക്ക് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമായി തരികയാണ് എന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അടുത്തതായിട്ട് ചിന്തിക്കുമ്പോൾ അത് ജഡമോഹങ്ങളെ പറ്റി വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, അത് ആത്മാവിനോട് പോരാടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അതെ, കൂടാതെ കൺമോഹത്തെ പറ്റി യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യത്തിലും നമുക്ക് കാണുവാൻ കഴിയുകയാണ്. പ്രിയ ദൈവമക്കളെ, ഈ മോഹങ്ങളെല്ലാം ഏതൊരു മനുഷ്യന്റെയും വാതുക്കൽ കിടക്കുന്നുവെന്ന് ദൈവവചനത്തിലെ 1-ാം പുസ്തകമായ ഉൽപ്പത്തിയിൽ തന്നെ എഴുതി ചേർത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതേ, കായിനോട് പറയുന്നതായ വാക്കൊന്ന് ശ്രദ്ധിച്ചാട്ടെ. പാപം നിന്റെ വാതുക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം മുഴുവനും നിന്നോടാണ്, അല്ലെങ്കിൽ പാപത്തിന്റെ മോഹം മുഴുവനും നിന്നോടാണ്. എന്നാൽ ഇന്ന് രാത്രികാലം നീ അതിനെ കീഴടക്കണമെന്നുള്ളൊരു ആഹ്വാനം പരിശുദ്ധാത്മാവ് തന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് രാത്രികാലം ദൈവവചനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കവേ മേൽപ്പറഞ്ഞതായ പാപത്തിന് കാരണമായ ഏതെങ്കിലും മോഹങ്ങൾ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുവോ? രാത്രികാലം നിങ്ങളുടെ ഹൃദയത്തിൽ ഈ വചനങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരുന്നാട്ടെ. നിശ്ചയമായിട്ട് പുത്രൻ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, പാപത്തിന്റെ പ്രമാണത്തിൽ നിന്നുള്ളത് സ്വാതന്ത്ര്യം ദൈവത്തിന്റെ വചനം ഉറപ്പ് തന്നിട്ട്, അടുത്തത് പാപത്തിന്റെ ഫലമായ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്നുള്ളതായ സ്വാതന്ത്ര്യവും ദൈവത്തിന്റെ വചനം നമുക്ക് ഉറപ്പ് തരികയാണ്. പാപത്തിന്റെ ഫലമായ മരണം, ദൈവത്തിന്റെ സ്തോത്രം, അല്ലെങ്കിൽ പാപത്തിന്റെ ശമ്പളമായ മരണം. ദൈവ വചനത്തിൽ നമ്മൾ ശ്രദ്ധയോടെ നോക്കുമ്പോൾ 3 വിധത്തിലുള്ളതായ മരണങ്ങളെ പറ്റി ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഒന്നാമതായിട്ട് നാം ചിന്തിക്കുമ്പോൾ പാപവും അതുപോലെ തന്നെ മരണവും തമ്മിലുള്ളതായ ബന്ധത്തെ പറ്റി റോമർക്കെഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ 7-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വായിച്ചാൽ, പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തുവെന്നാണ് പറയുന്നത്. അപ്പോൾ പാപം എന്നെ കൊല്ലുന്നു. അതാണ് റോമർ 6-ന്റെ അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, പാപത്തിന്റെ ശമ്പളം മരണമാണ്. ദൈവത്തിന്റെ സ്തോത്രം. പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് അതേപറ്റി താൻ പിന്നെയും വിശദീകരിക്കുമ്പോഴാണ് പാപം എന്നെ ചതിച്ചു, പാപം എന്നെ കൊല്ലുകയും ചെയ്തുവെന്ന് അവിടെ ഓർപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, മരണത്തിൻ്റെ ശക്തിയെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ 3 മരണം ദൈവവചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അതിൽ ഒന്നാമത്തത് ശാരീരിക മരണമാണ്. ഭൗതിക ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്ന അനുഭവം. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അതൊന്നാമത്തെ ശാരീരിക മരണമെന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നു. അത് ഒന്നാമത്തെ മരണമായി പറയാം. മറ്റൊന്ന് നാം നോക്കുമ്പോൾ മനുഷ്യന് സംഭവിച്ചതായ ആത്മീക മരണം. ഏദെൻ തോട്ടത്തിൽ വെച്ച് കൽപ്പനാലംഘികളായി തീർന്ന, അനുസരണക്കേടിന് ഉടമകളായി തീർന്നതായ, അവിശ്വാസത്തിന് ഉടമകളായി തീർന്നതായ ആദാം ഹവ്വ ദമ്പതികളില് കടന്നു പിടിച്ചതും തലമുറ എത്ര കഴിഞ്ഞിട്ടും ഇതുവരെ മാറ്റമില്ലാതെ തുടരുന്നതുമായ മരണമാണ് ആത്മീക മരണം എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ഭക്തന്മാർ പലപ്പോഴും പിതാക്കന്മാരുടെ അനുഭവങ്ങളെ ചേർത്തിട്ട് ആ കാര്യങ്ങൾ ഓർപ്പിക്കുന്നത്. പിതാക്കന്മാർ അകൃത്യം ചെയ്തു, ഞങ്ങൾ അകൃത്യത്തിൽ വീണുവെന്നൊക്കെയും ഭക്തന്മാർ പലയിടങ്ങളിലും വിലപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. വിശുദ്ധ പൗലോസിന്റെ വാക്ക്, അതിക്രമങ്ങളാലും പാപങ്ങളാലും നിങ്ങൾ മരിച്ചവരായിരുന്നു എന്നുള്ളതാണ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആത്മീക മരണത്തിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടായേക്കാം.
വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ സഭകൾക്ക് ദൂത് കൊടുക്കുമ്പോൾ യോഹന്നാനിലൂടെ കർത്താവായ യേശു ക്രിസ്തു ഓർപ്പിക്കുന്നത്, നിനക്ക് ജീവനുള്ളവൻ എന്ന പേരുണ്ടെങ്കിലോ ഇപ്പോൾ നീ മരിച്ചവനാണ്. ദൈവത്തിന്റെ സ്തോത്രം. ആത്മീക മരണം സംഭവിച്ചവൻ താൻ മരിച്ചുവെന്നറിയാതെ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം വ്യക്തമായി ഓർപ്പിക്കുന്നു, അതെ, നീ മരിച്ചവനാണ്. അതുകൊണ്ട് ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്ക. അത് പുറം ലോകത്തോട് പറയുന്ന കാര്യമല്ല, ആസിയയിലെ 7 സഭകളില് ഒന്നിനോട് പറയുന്നതായ കാര്യമാണ്. ആ ആലോചന ഇന്ന് രാത്രികാലം നാമം ഏറ്റെടുക്കാം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നതായ ആ അവസ്ഥയിൽ നിന്ന് നമുക്കിന്ന് ഒരു പുതുജീവൻ പ്രാപിക്കാം. മരണത്തിന്റെ ശക്തിയിൽ നിന്ന് ഒരു വിടുതൽ നമുക്ക് പ്രാപിക്കുവാൻ ഇടയായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നതായ മരണമെന്ന് പറയുന്നത് 2ാം മരണമാണ്. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ മരണത്തെ പറ്റി പറയുന്നുണ്ട്. ആ വാക്കൊന്ന് വായിച്ചു കൊടുക്കാം. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2ാമത്തെ മരണം. തീപ്പൊയ്കയാണ് 2ാമത്തെ മരണം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഈ മരണത്തിലേക്ക് പോകുന്നതായ അല്ലെങ്കിൽ കൊണ്ടുപോകുന്നതായ ചില പ്രമാണങ്ങളെ പറ്റിയാണ് 21-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുവാൻ കഴിയുന്നത്. ആ വാക്കുകൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടാം. 1 ഭീരുക്കൾ, 2 അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ശൂദ്രക്കാർ, വിഗ്രഹാരാധികൾ, ഫോഷ്ക് പറയുന്നവർ, ഇങ്ങനെ ഒരു കൂട്ടത്തെ പറ്റി നമുക്ക് അവിടെ കാണുവാൻ കഴിയുകയാണ്. ഭീരുക്കൾ എന്ന് പറഞ്ഞാൽ അതേ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ സാഹചര്യ സമ്മർദ്ദങ്ങൾ നിമിത്തം വിസമ്മതിക്കുന്നതായ വ്യക്തികളാണ് ഈ ഭീരുക്കൾ എന്ന് പറയുന്നത്. യേശു സത്യമാണെന്ന് അവർക്കറിയാം. മുമ്പേ ഓർപ്പിച്ചതുപോലെ ആത്മനിറവിന്റെ സമയത്ത് ഓർപ്പിച്ചതായ വാക്കുകൾ പോലെ അതെ, യേശു മരിച്ചെന്നുള്ളത് സത്യമാണ്, യേശു ഉയർത്തെന്നുള്ളത് സത്യമാണ്, യേശു വീണ്ടും വരുമെന്നുള്ളത് സത്യമാണ്. ഇതെല്ലാം അറിഞ്ഞിട്ട് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ കഴിയാതെ ഭയത്തിന്റെ ആത്മാവിന് ഇടം കൊടുത്ത് അതെ മറ്റുള്ളവരുടെ സമ്മർദ്ദങ്ങളിലേക്ക് വഴങ്ങി, ഓ എന്നെ കൊണ്ട് യേശുവിനെ സ്വീകരിച്ചാൽ സമൂഹം എന്നെ തള്ളിക്കളയുമല്ലോ, ദേശത്തെ ജനം എന്നെ തള്ളിക്കളയുമല്ലോ എന്ന് പറഞ്ഞ് തങ്ങളെ തന്നെ വഞ്ചിക്കുന്നതായ ഈ വ്യക്തികളെയാണ് അതേ ഭീരുക്കൾ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നായി വിശദീകരിപ്പാൻ സമയം പോരാ. അതേ, അവിശ്വാസികളായ ഒരു കൂട്ടത്തെയും അവിടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. മൂന്നാമതായിട്ട് നോക്കുമ്പോൾ അത് ബിംബാരാധികളും അറയ്ക്കപ്പെട്ടവരെ പറ്റി പറയുന്നു. അറയ്ക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതെ, അതിൻ്റെ ഒരു അർത്ഥവും കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. അസ്വാഭാവികമായ മോഹം കൊണ്ട് മലിനമാക്കപ്പെട്ടവർ. അതെ, അതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങളെ ഓർപ്പിക്കട്ടെ. അസ്വഭാവമായ അല്ലെങ്കിൽ മോഹം കൊണ്ട് മലിനമാക്കുന്നതായ കൂട്ടത്തെയാണ് അറയ്ക്കപ്പെട്ടവരെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. പ്രിയ ദൈവമക്കളെ, അവർ ആരാണ്? അതെ, ഇന്ന് ലോകത്തിൽ അതിനൊരു ബെസ്റ്റ് ഉദാഹരണം, പ്രധാന ഉദാഹരണം എന്ന് പറയുന്നത് പല ലോകരാഷ്ട്രങ്ങളും അത് അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നതായ ദൈവത്തിന് സ്തോത്രം, സ്വർവർഗ വിവാഹം എന്നുള്ളതായ ഭയാനകമായ പാപമാണ്. അതേ, ദൈവത്തിന്റെ വചനത്തിൽ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അത് ഓർപ്പിക്കുന്നു. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അതേ പഠിപ്പുണ്ടെന്നും അതുപോലെ വിവിധമായ നിലകളിൽ സ്വാതന്ത്ര്യമുണ്ടെന്നൊക്കെയും അവകാശപ്പെടുന്നതായ അതനേക ലോകരാഷ്ട്രങ്ങൾ ഇന്ന് നിയമത്താൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാധുത വരുത്തുമ്പോൾ പ്രിയ ദൈവമക്കളെ, ഒരു കൂട്ടം പേർ നരകത്തിലേക്ക്, 2ാം മരണത്തിലേക്കുള്ളതായ പ്രമാണത്തിൽ കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. വീണ്ടും കൊലപാതകന്മാരെ പറ്റി പറയുന്നു. അത് സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകൻ എന്നുണ്ടല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. മാത്രമല്ല, വിഗ്രഹാരാധികൾ, ഫോഷ്ക് പറയുന്നവർ, ഫോഷ്ക് പ്രിയപ്പെടുന്നവർ, ഇവരെല്ലാം പുറത്താണെന്ന് വ്യക്തമായിട്ട് ഓർപ്പിക്കുകയാണ്. പ്രിയാദേവ മക്കളെ, ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുവാൻ അത്രത്തോളം ആസ്വാദ്യമായിരിക്കുകയില്ല. എന്നാൽ ദൈവവചനം പറയുന്നതായ ഈ മഹത്വമേറിയ സത്യം ഇന്ന് രാത്രികാലം ഈ ദേശത്തോട് അറിയിക്കുന്നതിന്റെ പിന്നിലെ രഹസ്യം
ഈ ആത്മാവിൽ നിന്നൊരു വിടുതലിന് മാർഗമുണ്ട്. ഈ ആത്മാവിൽ നിന്നൊരു വിടുതലിന് മാർഗമുണ്ട്. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് മനുഷ്യർക്ക് വിടുതൽ കൊടുക്കുവാൻ കഴിയുന്ന ഏക പോംവഴി വിശുദ്ധ പൗലോസ് പറഞ്ഞിട്ടുള്ളതായ ജീവന്റെ പ്രമാണമാണ്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാണ്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അതൊന്ന് വിഭജിച്ച് നോക്കിയാൽ ജീവൻ അതുപോലെ തന്നെ ആത്മാവ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ഇത് ആദ്യമേ അവകാശപ്പെട്ടിട്ടുള്ളത്. തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന വാക്ക്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുമായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനം അത് ജീവനും ആത്മാവുമെന്ന ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു. അപ്പോൾ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ദൈവവചനത്തിന്റെ ശക്തിയാൽ പാതാളത്തിന്റെ അല്ലെങ്കിൽ മരണത്തിന്റെ, ദൈവത്തിന്റെ സ്തോത്രം, പാപത്തിന്റെ പ്രമാണത്തെ ജയിക്കുവാൻ കഴിയുമെന്ന് ഇന്ന് രാത്രികാലം ഞങ്ങൾ ഓർപ്പിക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അത് ദൈവത്തിന്റെ വചനമാണ്. രണ്ടാമതായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദാനമായി സഭയ്ക്ക് നൽകിയതായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ജീവൻ തരുന്ന ആത്മാവെന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് ജീവൻ തരുന്ന ആത്മാവാണെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മളെ ഓർപ്പിക്കുകയാണ്. ഇന്ന് രാത്രികാലം പ്രിയ ദൈവമക്കളെ, അതെ ഇവിടെ കൂടപ്പെട്ടിരിക്കുന്നതില് അതെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ അനുഭവമാക്കുവാൻ കഴിയുന്ന സ്വാതന്ത്ര്യത്തിന് കാരണമായ ഈ ജീവന്റെ ആത്മാവ് പ്രാപിച്ചിട്ടില്ലാത്തവരുണ്ടാകാം. അവർക്കൊരു ചോദ്യമുണ്ടായിരിക്കാം, ഇത് എപ്രകാരം പ്രാപിക്കുവാൻ കഴിയും? 1-ാം നൂറ്റാണ്ടിൽ സിഖ്യോൻ മാളികയിൽ പരിശുദ്ധാത്മാവിന്റെ ആ നൽവരങ്ങൾക്കും അഭിഷേകത്തിനും വേണ്ടി കാത്തിരുന്നതായ തന്റെ വിശുദ്ധന്മാരുടെ മേൽ കാത്തിരുന്ന 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് ശക്തമായി വ്യാപരിച്ചപ്പോൾ ആ ദേശത്തിന് ചുറ്റുവട്ടങ്ങളിൽ നിന്നതായ അനേകം പ്രിയപ്പെട്ടവർ വന്നിട്ട് ഒറ്റ ചോദ്യം ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? ദൈവത്തിന്റെ സ്തോത്രം. ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? ചെയ്യേണ്ട ഒറ്റ കാര്യം, വിശുദ്ധ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുവാനിടയായി. ആ വാക്യപ്രകാരമാണ്, ദേശമേ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിലേക്ക് വരുവാൻ, ജീവന്റെ ശക്തിയിലേക്ക് വരുവാൻ, ജീവന്റെ ആത്മാവിന്റെ അനുഭവത്തിലേക്ക് വരുവാനുള്ള ഏക മാർഗം, ദൈവത്തിന്റെ സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. അതെ, മാനസാന്തരപ്പെടുക. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇതാണ് ഒറ്റ പോംവഴി, ജീവന്റെ ആത്മാവിനെ പ്രാപിക്കുക. ദേശമേ, നീ ഇന്നും പാപത്തിന്റെ കെടുതിയില്, പാപത്തിന്റെ ബന്ധനത്തിലായിരിക്കാം. അതേ, ഇളമ്പൽ ദേശത്തിന് 1 നൂറ്റാണ്ടിലപ്പുറമായിട്ട് പെന്തക്കോസ്ത് സുവിശേഷകരിലൂടെയുള്ള സുവിശേഷ സത്യങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദേശമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതേ, ഈ ദേശത്തിലെമ്പാട് സുവിശേഷത്തിന്റെ സത്യങ്ങൾ ശക്തമായി ധ്വനിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ ദേശത്തിന് ചുറ്റുവട്ടങ്ങളില് നൂറ്റാണ്ടുകൾ കൊണ്ട് ധ്വനിച്ചു കേൾക്കുന്നതായ ഈ സത്യവചനത്തിന്റെ ആഴത്തിലേക്ക് നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയാത്തത് അതിന്റെ കാരണം, പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ഹൃദയത്തിൽ അതേ അകപ്പെട്ടിരിക്കുന്ന മോഹങ്ങളാണ്. ഇന്ന് രാത്രികാലം ഈ മോഹങ്ങളിൽ നിന്നൊരു വിടുതൽ ഉണ്ടാകട്ടെ. ഇപ്പോൾ ദൈവമക്കളായവരോടൊരു വാക്ക് ഓർപ്പിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ ദേശത്തിന്മേൽ പോരാടുന്നതായ അന്ധകാരത്തിന്റെ ശക്തിക്ക് നേരെ ഒന്ന് പോരാടാ. അഭിഷേകം പ്രാപിച്ചവർ ഇപ്പോൾ ഒരല്പസമയം ആത്മാവിലാകുവാനുള്ള സമയമാണ്. അതേ, മാത്രമല്ല എന്നെയും നിങ്ങളെയോ അതുപോലെ നമ്മുടെ തലമുറകളെയോ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതായ യൗവന മോഹങ്ങളിൽ നിന്ന് ഒരു വിടുതൽ ഇന്ന് രാത്രി നേടുവാനിടയായി തീരട്ടെ. ദൈവവചനം പറയുന്നു, ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്താൽ ഇന്ന് രാത്രി ഇവിടെ പറയപ്പെടുന്ന വചനത്തിന്റെ ശക്തിയാലോ ഇപ്പോൾ ഒരു അഭിഷേകം നമ്മൾ വ്യാപരിക്കുമ്പോൾ അഭിഷേകത്തിന്റെ ശക്തിയാലും
നിശ്ചയമായിട്ടും ഒരു വിടുതലുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അഭിഷേകം പ്രാപിച്ചവർ ഒരു നിമിഷം ഒന്ന് അന്യഭാഷകളിൽ സംസാരിച്ചാട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായൊരു വിടുതൽ നമുക്ക് തരികയാണ്. പല മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്നതായ അതേ വിവിധമായ അടിമത്വങ്ങളെ കണ്ടിട്ട് അവരകപ്പെട്ടിരിക്കുന്ന യൗവന മോഹങ്ങളിൽ നിന്ന് എങ്ങനെ അവരെ വിടുവിക്കുവാൻ കഴിയുമെന്ന് വളരെ വേദനയോടുകൂടെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നിന്നോട് പറയുന്നു, ദൈവവചനത്തിന്റെ സത്യം നിങ്ങളോട് പറയുന്നു, യഹോവ നീതിമാൻ, അവൻ ദുഷ്ടന്റെ കയറുകളെ അറുത്തു കളഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ വിശ്വസിച്ചാട്ടെ, ഈ വാക്കുകളൊന്ന് ഏറ്റുപറഞ്ഞാട്ടെ. ജീവന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലം ഒരു സ്വാതന്ത്ര്യം, മരണത്തിന്റെ പ്രമാണത്തിൽ നിന്നുള്ളതായ സ്വാതന്ത്ര്യം, ഭീരുത്വത്തിൽ നിന്നുള്ളതായ സ്വാതന്ത്ര്യം, അവിശ്വാസത്തിൽ നിന്നുള്ളതായ സ്വാതന്ത്ര്യം, ദേശത്തെ മലിനപ്പെടുത്തുന്നതായ അറയ്ക്കപ്പെടുത്തുന്ന ആത്മാവിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം ഇന്ന് രാത്രികാലം അതരങ്ങളെ ചലിപ്പിച്ചുകൊള്ളുക, ശബ്ദമുയർത്തിക്കൊള്ളുക. അഭിഷേകം പ്രാപിച്ചവരെ, ഞാൻ നിങ്ങളോ ജീവന്റെ ആത്മാവിന്റെ പ്രമാണത്തിന്റെ അതേ വാഹകരായിട്ടാണ് ഈ ദേശത്ത് വന്നിരിക്കുന്നത്. അത് ശക്തിയായി വ്യാപരിക്കട്ടെ, അഭിഷേകമായി വ്യാപരിക്കട്ടെ, കൃപയാതി വ്യാപരിക്കട്ടെ. ഇന്നു നീയും യേശുവിൻ ദിവ്യ ശബ്ദം കേൾക്കുകിൽ നിന്റെ പാപങ്ങളെല്ലാം ഏറ്റു പറയുകിൽ പാപമാവൻ പോക്കിടും രോഗസൗഖ്യമേകിടും നീ ഭാഗ്യവാനായി മാറിടും. പാപമാവൻ പോക്കിടും രോഗസൗഖ്യമേകിടും നീ ഭാഗ്യവാനായി മാറിടും. ഇതിനോ സുന്ദരം സുപ്രസാദാദിനം യൗവനമോഹങ്ങൾ വിട്ടോടുവാനുള്ള ശക്തി നേടട്ടെ. എല്ലാ ദുർമോഹത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. മരണത്തിന്റെ പ്രമാണങ്ങൾ നമ്മെ വിട്ട് നീങ്ങട്ടെ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആരാധനയുടെ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ അതേ മരണത്തിന്റെ പ്രമാണം, ശാരീരിക മരണത്തിന്റെ പ്രമാണം രോഗമാണ്. രോഗത്തിന്റെ ആത്മാവിൽ നിന്ന് ഇന്ന് നമുക്കൊരു സ്വാതന്ത്ര്യം നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നു. ചിലരത് പറയുന്നുണ്ടാകാ, അത് പാരമ്പര്യ രോഗമാണ്, എൻ്റെ അപ്പച്ചൻ അതുണ്ടായിരുന്നു, അതുകൊണ്ട് മൂന്നാം തലമുറയ്ക്ക് അത് വരൂ. ഇല്ല, അത് വ്യർത്ഥമായ പാരമ്പര്യമാണ്. അതിൽ നിന്ന് നിനക്കൊരു വിടുതൽ ഇന്ന് രാത്രികാലോ
നിന്റെ ശരീരത്തില് ബന്ധനം അഴിയുന്നത് നീ ആത്മാവിൽ അറിഞ്ഞുകൊള്ളാട്ടെ. അതേ ശാരീരിക മരണത്തിന്റെ പ്രമാണമായ രോഗത്തെ പേർ ചൊല്ലി നീ വാഴ്ത്തണ്ട. ആ രോഗം ഇനി നിന്നെ ബന്ധിക്കുവാൻ പരിശുദ്ധാത്മാവ് സമ്മതിക്കത്തില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണമിതാ നിനക്കൊരു വിടുതൽ തരുന്നു. രാത്രികാലം പരിശുദ്ധാത്മാവ് നമുക്ക് ഉറപ്പ് തരുന്നത് അതേ പാപത്തിന്റെ പ്രമാണത്തിൽ നിന്നും അതേ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്നും വിടുതൽ തരുവാൻ, സ്വാതന്ത്ര്യം തരുവാൻ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നിനക്ക് തരുന്നുവെന്നുള്ളതാണ്. പ്രിയാ ദൈവമക്കളെ, നമുക്ക് വിശ്വാസത്തോടെ ഈ ആലയത്തിൽ ഇപ്പോൾ ആയിരിക്കാം. മടങ്ങിപ്പോകുമ്പോഴും ഈ വചനത്തോടുകൂടെ നമുക്ക് തുടരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ആത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ ആത്മാവിന്റെ ചില പ്രമാണങ്ങളും നമുക്ക് പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അതേ പ്രിയ ദൈവമക്കളെ, അതെ ഇപ്രകാരം നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നു. അതെ ദൈവം നമുക്ക് സ്വാതന്ത്ര്യം വരുത്തുന്നു. അതിനുശേഷമായിട്ട് ഈ സ്വാതന്ത്ര്യം ശരിയായ ദിശയിൽ നമുക്ക് ഉപയോഗിക്കുവാൻ ഇടയായി തീരട്ടെ. ആത്മാവിന്റെ ശക്തിയാൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിയുമ്പോൾ അതേ ആത്മാവിന്റെ ചില പ്രമാണങ്ങളിലൂടെ ദൈവം നമ്മളെ നടത്തുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളതാണ്. ആത്മാവിന്റെ പ്രമാണത്തില് അല്ലെ ആത്മാവിനെ നമ്മൾ ഏത് വിധത്തിൽ പാലിക്കണം, അഭിഷേകത്തെ നാം എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. ഒന്ന് ആത്മാവിനെ അനുസരിച്ച് നടക്കുക, കൂടാതെ ആത്മാവിലുള്ള ശുദ്ധീകരണം പ്രാപിക്കുക, ആത്മാവിൽ നിലനിൽക്കുക, അതോടൊപ്പം ആത്മാവിലുള്ള ഒരു ശുശ്രൂഷയുള്ളതായ കൂട്ടായ്മയോട് ഐക്യപ്പെടുക. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയാ ദൈവമക്കളെ, ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണങ്ങളെ നമ്മൾ പാലിക്കുക. ജീവന്റെ വചനത്തിന്റെ പ്രമാണങ്ങളെ നമുക്ക് പാലിക്കാം. അങ്ങനെയെങ്കിൽ ജീവന്റെ ആത്മാവ് നമ്മളെ ജീവങ്കിലേക്ക്, നിത്യജീവങ്കിലേക്ക്, തേജസ്സിങ്കിലേക്ക് നടത്തുവാനിടയായി തീരും. രാത്രികാലം ദൈവ വചനത്താൽ നമുക്ക് ലഭിച്ച പാപത്തിൽ നിന്നുള്ളതായ, മരണത്തിൽ നിന്നുള്ളതായ സ്വാതന്ത്ര്യത്തിനായി നാം ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരാം. നാം വീണ്ടും ചിന്തിക്കുമ്പോൾ ഒരു ദൈവ പൈതലിന് അല്ലെങ്കിൽ ദൈവ മക്കൾക്ക് കൊടുക്കുന്നതായ അടുത്ത ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇതുവരെയും നാം ചിന്തിച്ചത് അതേ പൊതുവെ ലോകത്തിൽ പാപത്തിൻ്റെ അധീനതയിൽ കിടക്കുന്ന മനുഷ്യർക്കൊരു സ്വാതന്ത്ര്യമുണ്ട്, മരണത്തിൻ്റെ അധീനതയിൽ നിന്നുള്ളതായ മനുഷ്യർക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. ഇനി ദൈവമക്കളോടുള്ളതായ ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഓർപ്പിച്ചുണർത്തി ഞാൻ എൻ്റെ ഭാഗം വേഗത്തിൽ അവസാനിപ്പിക്കാം. ഇത് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിട്ടുള്ളതായ വാക്കാണ് ദൈവമക്കളുടെ തേജസ്സായ സ്വാതന്ത്ര്യം. ആ വാക്യം മാത്രം ഒന്ന് വായിക്കാം. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും. ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്ന് പറയുകയാണ്. ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവമക്കളെ നടത്തേണ്ടതിന് ദൈവം ഭൂമിയിൽ തേജസ്സുള്ള ഒന്നിനെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് ശുശ്രൂഷ എന്നുള്ളതാണ്. തേജസ്സിന്റെ ശുശ്രൂഷ. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ടാണ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ 2-ാം ലേഖനം 3-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ 3 ശുശ്രൂഷകളുടെ അനുഭവങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്, രണ്ടാമത്തത് നീതിയുടെ ശുശ്രൂഷയാണ്, മൂന്നാമത്തത് നിലനിൽക്കുന്ന ശുശ്രൂഷയാണ്. 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നാം ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് ഈ 3 അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സായിരിക്കുമെന്നുള്ള വചനത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ ഓർപ്പിക്കട്ടെ.
ദൈവത്തിന്റെ സ്തോത്രം. ദൈവം ഒരു ദൈവ പൈതലിന് സഭയ്ക്ക് തരുന്നതായ നീതിയുടെ അനുഭവം എന്ന് പറയുന്നത് വിശുദ്ധ പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഒന്നാം വാക്യത്തിൽ കൊടുത്തിട്ടുള്ള വാക്കാണ്. ദൈവത്തിന്റെ സ്തോത്രം. അത് നീതിയാൽ ലഭിക്കുന്നത് വിലയേറിയ വിശ്വാസമാണ്. വിലയേറിയ വിശ്വാസമാണ് ദൈവം നീതിയാൽ നമുക്ക് തരുന്നതെന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ്. ഒന്ന് നിർത്തി വായിച്ചു കൊടുത്താൽ. നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക്, വിലയേറിയ വിശ്വാസം യേശുക്രിസ്തുവിന്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം. അപ്പോൾ അതേ ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്, ദൈവത്തിന്റെ നീതിയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് വിശ്വാസത്താൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ വിലയേറിയ വിശ്വാസത്താൽ മുന്നേറുന്നതായ ഒരു ശുശ്രൂഷ അനുഭവമാണ്. ദൈവത്തിന്റെ സ്തോത്രം. കൃപയാൽ ഇന്ന് നാം ആയിരിക്കുന്നതായ ഈ ആലയവും ദൈവത്തിന്റെ സ്തോത്രം, ഈ ശുശ്രൂഷയും ശുശ്രൂഷകരോ ഇതിന്റെ ആരംഭം മുതൽ ഇതുവരെയോ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ളതായ വിലയേറിയ പ്രമാണത്തിന്റെ ആ പ്രമാണത്തെ അനുഭവിച്ച് ജീവിക്കുന്നവരാണ്, അല്ലെങ്കിൽ വിശ്വാസത്താൽ ജീവിക്കുന്നവരാണ്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ സഭയുടെ അടിസ്ഥാനമിട്ടതായ പോളപ്പച്ചൻ താൻ വിശുദ്ധനായ അതിശ്രേഷ്ഠനായ ലോകമെങ്ങും അംഗീകരിക്കപ്പെട്ടതായ ഒരു സുവിശേഷകനായിരുന്നല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ സഭയെ താൻ അതിൻ്റെ ആരംഭത്തിങ്കിൽ തന്നെ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള ഒരു തത്വത്തിന്മേലാണ് നമുക്ക് മുന്നേറുവാനിടയായി തീർന്നത്. 100 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും വിശ്വാസത്താൽ ജീവിക്കുന്നുവെന്നുള്ള പ്രമാണത്തിന് ഇതുവരെയും മാറ്റം വരുത്താതെ അതേപടി തുടരുവാൻ പിൻതലമുറക്കാരായ നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം തന്നല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. വിശുദ്ധ പത്രോസിന്റെ വാക്ക് വിലയേറിയ വിശ്വാസം, അത് ദൈവത്തിന്റെ നീതിയാണ്. ഇന്ന് രാത്രികാല പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കും ആ വിലയേറിയ വിശ്വാസം തരികയാണ്. ദൈവത്തിന്റെ സ്തോത്രം. വിശ്വാസത്തിന്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വത്തെ കാണും. ലാസറിന്റെ കല്ലറയെങ്കിൽ നിന്നുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതായ വാക്കാണ്, നീ ദൈവത്തിന്റെ മഹത്വത്തെ കാണു. നിനക്കൊരു വിശ്വാസം ആവശ്യമാണ്. എന്ത് നീ വിശ്വസിക്കണം? നീ വിശ്വസിക്കേണ്ട കാര്യം, ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവുമാണെന്ന് വിശ്വസിക്കണം. യേശു ജീവനാണെന്നും യേശു പുനരുത്ഥാനമാണെന്ന് നീ വിശ്വസിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇത് ഗ്രഹിച്ചിട്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ജീവിക്കുന്നെങ്കിൽ അത് ക്രിസ്തുവും മരിക്കുന്നെങ്കിൽ എനിക്കത് ലാഭമോ. ജീവനോടിരുന്നാൽ ഞാൻ രൂപാന്തരം പ്രാപിക്കും, മരിച്ചാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ് വരും. ഇന്ന് രാത്രികാല പ്രിയ ദൈവമക്കളെ, മരണത്തെ പേടിയില്ലാത്തതായ ഒരു വിശ്വാസ ജീവിതത്തിന്റെ മാർഗമാണ് ദൈവം നമുക്ക് തന്നത്. അത് വിലയേറിയ വിശ്വാസമാണ്. അത് പൊതുവിലുള്ളതായ ലേഖനത്തിൽ എഴുതിയിരിക്കും. ദൈവജനമേ, നമുക്ക് എല്ലാവർക്കും അത് സ്വന്തമാണ്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ആയതിനാൽ ഇന്ന് രാത്രികാലം നമ്മൾ അറിയുക, ദൈവത്തിന്റെ മഹത്വത്തെ കാണുന്നതായ വിലയേറിയ വിശ്വാസം നമ്മുടെ കർത്താവ് നമുക്ക് തന്നു. അടുത്തത്, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തില് വിശുദ്ധ പൗലോസ് ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, മലകളെ നീക്കുവാൻ തക്കവണ്ണമുള്ള വിശ്വാസം. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഒരു വാക്ക് വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് കടലിൽ പോയി ചാടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. ദൈവത്തിന്റെ സ്തോത്ര. പ്രിയ ദൈവമക്കളെ, വിലയേറിയ വിശ്വാസം എന്ന് പറയുന്നത് പ്രതിസന്ധിയെ കണ്ട് വേദനപ്പെട്ട് പിന്നോട്ട് പോകുന്നതല്ല. ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനം പ്രാപിച്ച രാജാവായ ദാവീദ് പറയുന്നത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഞാൻ പിന്നോട്ട് ഓടുമെന്നല്ല പറയുന്നത്, ഞാൻ നേരെ മുന്നോട്ട്. കഴിഞ്ഞ രാത്രിയിൽ ദൈവവചനം ഓർപ്പിച്ചപ്പോൾ അത് നമ്മളോട് ഹൃദ്യമായി ഇടപെട്ടതുപോലെ നിനക്കും ജയിക്കാം.
നിങ്ങൾക്കും ജയിക്കാം. നമുക്ക് ഓരോരുത്തർക്ക് ജയാളികളായി തീരാ. അത് ദൈവത്തിന്റെ വചനത്തിൽ തന്നിരിക്കുന്ന മഹത് സത്യങ്ങളിൽ ഒന്നാണ്. വിശ്വാസത്താൽ നമുക്ക് ജയം പ്രാപിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. അതെ, മലകളെ കണ്ട് ഭയപ്പെടുന്നതല്ല, പർവ്വത സമാനമുള്ള പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെടുന്നതല്ല. അതേ, തിരുവചനത്തിൽ സുപ്രസിദ്ധമായ ഒരു വചനമാണല്ലോ, നമ്മുടെ എല്ലാ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ധൈര്യപ്പെടുത്തുന്ന ഒരു വചനമാണല്ലോ. സക്കരിയ പ്രവചനം 4-ാം അധ്യായം 6-7 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 16 സംവത്സരമായിട്ട് അതേ തന്റെ മുമ്പിലുള്ളതായ ഒരു വലിയ പ്രതിസന്ധിയെ കണ്ടിട്ട് തനിക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിക്കുന്ന സെരുബാബേലിനോടൊരു വാക്ക് പറയുന്നു. അതേ, സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയാകും. ദൈവത്തിന്റെ സ്തോത്രം. കൃപ എന്നുള്ള ആർപ്പോടുകൂടെ ആണിക്കല്ല് കയറ്റ്. വിശദമാക്കുവാൻ സമയമില്ല. എന്നാൽ അതിൻ്റെ ഒരേ ഒരു ആധാരം സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാലത്രേ. ഇന്ന് രാത്രികാല പ്രിയ ദൈവമക്കളെ, ദൈവം നമുക്ക് നീതിയുടെ ശുശ്രൂഷയുടെ അനുഭവമായി തന്നിട്ടുള്ളത് വിലയേറിയ വിശ്വാസമാണ്. അത് മലകളെ നീക്കുവാനുള്ള വിശ്വാസമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അടുത്തതായിട്ട് അത് വിശ്വാസത്താൽ ജീവിക്കാമെന്നൊരു വാക്ക് പറഞ്ഞിരിക്കുകയാണ്. വിശ്വാസത്താൽ ജീവിക്കുവാൻ കഴിയും. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കൂ. അതേ, ഹബക്കുക്ക് പ്രവചനം 2-ാം അധ്യായം 4-ാം വാക്യത്തെ ആധാരമാക്കി വിശുദ്ധ പൗലോസ് എബ്രായ ലേഖനം 11-ാം അധ്യായം സുദീർഘമായൊരു ദൂതായി എബ്രായ സഭയ്ക്ക് എഴുതുമ്പോൾ വിശ്വാസത്തിന്റെ ശക്തിയെ പറ്റിയോ, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തെ പറ്റിയോ, വിശ്വാസത്തിൻ്റെതായ വിവിധമായ അനുഭവങ്ങളെ പറ്റിയും അവിടെ ഓർപ്പിക്കുകയാണ്. ആശിക്കുന്ന കാര്യങ്ങൾക്കൊരു ഉറപ്പുണ്ടോ? അത് വിശ്വാസത്താൽ മാത്രമേ സാധിക്കത്തുള്ളൂ. കാണാത്ത കാര്യത്തെ കുറിച്ച് ഒരു നിശ്ചയമുണ്ടോ? അത് വിശ്വസിച്ചാൽ മാത്രമേ അത് പ്രാപിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് രാത്രികാലം ഞങ്ങളെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അതെ, ഞങ്ങളെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഈ ലോകത്തിൽ വിശ്വാസത്താൽ ജീവിക്കുവാൻ കഴിയൂ എന്ന് ദൈവത്തിന്റെ വചനം ഉറപ്പ് തരികയാണ്. ദൈവത്തിന്റെ സ്തോത്രം. മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ അനേക രോഗികൾ വന്നപ്പോൾ അവർ വിശ്വാസത്താൽ സൗഖ്യം പ്രാപിച്ചു. ഇന്ന് രാത്രികാലം പ്രിയ ദൈവമക്കളെ, നീതിയുടെ ശുശ്രൂഷയാൽ ഒരു ദൈവ പൈതലിന് ലഭിക്കുന്നതായ ശ്രേഷ്ഠമേറിയ അനുഭവമാണ് വിലയേറിയ വിശ്വാസം. നീതിയുടെ ശുശ്രൂഷ ദൈവം ആർക്കാണ് കൊടുത്തത്? ദൈവ മക്കൾക്ക് വേണ്ടി കൊടുത്തു. എന്തിനാണ്? അവർ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കണോ. അതിന് തേജസ്സേറിയ ഒരു ശുശ്രൂഷ അത് ഭൂമിയിൽ കൊടുത്തു. ഈ ശുശ്രൂഷയുടെ വാഹകരായി, അല്ലെങ്കിൽ ഈ ശുശ്രൂഷയുടെ ഉള്ളിലാകുവാൻ എന്തൊക്കെ വേണോ സ്വർഗം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. അതിൽ ഞങ്ങൾ സന്തുഷ്ടരായി ഇതുവരെയോ കർത്താവിനെ സേവിക്കുന്നു. അത് ആ ധൈര്യത്തോടെ ഞങ്ങൾ മുന്നോട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, അവനിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോയിട്ടില്ല എന്നുള്ള ഈ വചനപ്രകാരം ഇന്ന് രാത്രികാലം നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഈ നീതിയുടെ ശുശ്രൂഷ പ്രാപിച്ച ഒരു ദൈവ പൈതലോ ഒരിടത്ത് ലജ്ജിക്കത്തില്ല. അവർ ദൈവമക്കളാണ് തേജസ്സാകുന്നതായ സ്വാതന്ത്ര്യം പ്രാപിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം, അതേപറ്റി 3 കാര്യങ്ങൾ പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കാം. ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം, അതെ, ഒരുവൻ ഈ ഭൂമിയിൽ ഒരു ദൈവവൈതലായി ജീവിച്ച് വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് ജീവിതം അനുഷ്ഠിച്ച് താൻ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കവേ അവൻ ഈ ഭൂമിയിൽ നിന്ന് അവൻ്റെ ഭൗതിക അല്ലെങ്കിൽ അവൻ്റെ ആത്മാവ് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടാൽ അവന് ലഭിക്കുന്നതായ പുനരുത്ഥാനത്തിൻ്റെ അനുഭവമായിട്ട് ദൈവമക്കളുടെ തേജസ്സിനെ ഓർപ്പിക്കുകയാണ്. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 1-ാം ലേഖനം 15-ാം അധ്യായം 43-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അപമാനത്തിൽ വിതയ്ക്കപ്പെട്ടു. ഉയർത്തത് എങ്ങനെയാണ്? തേജസ്സിൽ ഉയർത്തെഴുന്നേറ്റു. പ്രിയ ദൈവമക്കളെ, ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ ഈ വിശ്വാസമാർഗം സ്വീകരിച്ച് ഈ നീതിയുടെ ശുശ്രൂഷയുടെ ഭാഗമായി ആത്മാവിനാൽ നിറയപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ പലയിടങ്ങളിൽ വെച്ച് നീ അപമാനിക്കപ്പെട്ടിട്ടുണ്ടാകാം. പല വിധത്തിൽ നിനക്ക് അപമാനങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം. ഒരുപക്ഷെ നിനക്ക് നേരിടുന്ന പ്രതിസന്ധികൾ വരുമ്പോൾ നീ ഈ മാർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു മാർഗം തേടിയത് കൊണ്ടാണ് നിനക്കിത് സംഭവിച്ചതെന്ന് പറഞ്ഞ് നമ്മളെ നിന്ദിക്കുവാൻ പലരും ഉണ്ടായിരിക്കാം.
എന്നാൽ ഇന്ന് രാത്രികാലം ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം വ്യക്തമായി ഓർപ്പിക്കുന്നത് അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നത് തേജസ്സിൽ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതാണ്. അപമാനത്തിൽ ആര് വിതയ്ക്കപ്പെട്ടാലും അവർക്ക് തേജസ്സിൽ ഉയർക്കുവാൻ കഴിയുന്നു. അതൊരു പുനരുത്ഥാന പ്രത്യാശയായിട്ട് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. രണ്ടാമതായിട്ട് നോക്കുമ്പോൾ അതേ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്നൊരു അനുഭവത്തെ പറ്റി റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 23-ാം വാക്യത്തിൽ കാണുന്നു. അത് ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യമാണ്. ആ വാക്യം എന്ന് വായിക്കും. ആത്മാവെന്ന് ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് വീണ്ടെടുപ്പായ പുത്രത്വം എന്നൊരു ഭാഗം അവിടെ കൊടുക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, അത് ഈ ഭൂമിയിൽ നാം ജീവനോടിരിക്കുമ്പോൾ അരുമമണാളം തേജസ്സിൽ വെളിപ്പെട്ടാൽ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടുമെന്നുള്ളതായൊരു പ്രതീക്ഷ തരികയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഞാനിത് പറഞ്ഞു കഴിഞ്ഞു. ഈ രണ്ട് കാര്യങ്ങൾ, ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുന്നതും അതേ മരിച്ച വിശുദ്ധന്മാർ അത് തേജസ്സിൽ ഉയർക്കുന്നതുമായ സമയം എപ്പോഴാണെന്ന് വ്യക്തമാക്കി വിശുദ്ധ പൗലോസ് ഓർപ്പിക്കുകയാണ്. ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം, ദൈവത്തിന്റെ സ്തോത്രം, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ പറയുന്നത്, കർത്താവ് ഗംഭീരനാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളത്തോടു കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിക്കുന്ന വിശുദ്ധന്മാർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. എന്നിട്ട് അടുത്ത വാക്ക്, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. ഇന്ന് രാത്രികാലം പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൽ അപമാനത്തിലൂടെ നീ കടന്നു പോകുന്നെങ്കിൽ അത് നിന്റെ തേജസ്സായി മാറ്റപ്പെടുകയാണ്. ഇതെല്ലാം കൂടെ ചേർത്താണ് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതിയത്, അതിനോട് നേരത്തേക്കുള്ളതായി ഞങ്ങളുടെ ലഘുവായ കഷ്ടങ്ങൾ അത്യന്തം അനവധിയായി ഇത് തേജസ്സിന്റെ നിത്യഘനമായി രൂപാന്തരപ്പെടും. ക്രിസ്തുവിൽ മരിച്ചാൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ജീവനോട് ശേഷിക്കുമ്പോൾ എൻ്റെ യേശുനാഥൻ വെളിപ്പെട്ടാൽ ഞാൻ എൻ്റെ യേശുവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഞാൻ രൂപാന്തരം പ്രാപിക്കും. ഇന്ന് രാത്രികാലം ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം ഇതെന്ന് നാം പൂർണ്ണമായി ഗ്രഹിച്ചാട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. വീണ്ടും നാം നോക്കുമ്പോൾ പുതിയ യെരൂശലേം എന്നുള്ളതായ സിയോൻ എന്നുള്ളതായ അതിശ്രേഷ്ഠമേറിയതായ അതേ വരും ലോകത്തില് നിത്യതയിലെ വാസസ്ഥലമാണ് ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യമെന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുകയാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ അത് വ്യക്തമായി പറയുകയാണ്. പുതിയ യെരൂശലേം എന്നുള്ള വിശുദ്ധ നഗരം വായിക്കാം. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. തേജസ്സോടെ അത് ഇറങ്ങി. ഗലാത്യർ 4-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ മീതെയുള്ള യെരൂശലേം സ്വതന്ത്രയാണ്. അവളത്രേ നമ്മുടെ മാതാവെന്ന് പറയുകയാണ്. അവളത്രേ നമ്മുടെ അമ്മയെന്ന് പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രികാലം ഒരു പുതിയ യെരൂശലേം പ്രാപിക്കാമെന്നുള്ളതായ മനോഹരമായ സിയോന്റെ അവകാശികളായി തീരുവാൻ കഴിയുമെന്നുള്ളതായ മഹത്വമേറിയ പ്രത്യാശയാണ് ദൈവം നമുക്ക് തരുന്നതായ സ്വാതന്ത്ര്യത്തിലൂടെ അതേ നമുക്ക് അർത്ഥമാക്കി തരുന്നത്. ഇന്ന് രാത്രികാലം പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. പുത്രൻ നിങ്ങൾക്ക് തന്ന സ്വാതന്ത്ര്യം ആത്മാവിനാൽ ലഭിച്ചതായ ശുശ്രൂഷയിലൂടെ അതേ ശുശ്രൂഷയിലൂടെ നാം കണ്ടെത്തുന്നതോ നമ്മൾ പ്രാപിക്കുന്നതുമായ ഉയർപ്പിന്റെയും രൂപാന്തരത്തിന്റെയും പ്രത്യാശ, അതോടൊപ്പം തന്നെ പുതിയ യെരൂശലേമായി സിയോനായി തീരുമെന്നുള്ള പ്രത്യാശ. പ്രിയാദൈവ മക്കളെ, ലോകമാസകലമുള്ളവർ സമാധാനകാംക്ഷികൾ, സ്വാതന്ത്ര്യകാംക്ഷികൾ ആഗ്രഹിക്കുന്ന 3 കാര്യത്തെ പറ്റി ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചു. 1, ദാരിദ്ര്യം ഇല്ലാത്തതായ; 2, ആക്രമണ ഭീതി ഇല്ലാത്തതായ; 3, ആരാധന സ്വാതന്ത്ര്യമുള്ളതായ ഒരു പൂർണ്ണമായ സ്വാതന്ത്ര്യം അവർ ലോകത്തിൽ ആഗ്രഹിച്ചു. പക്ഷെ അവർക്കത് കിട്ടിയില്ല.
എന്നാൽ ദൈവമക്കൾക്കുള്ളതായ തേജസ്സാകുന്ന സ്വാതന്ത്ര്യത്തിന് പുതിയ യെരൂശലേം സിയോനായി മാറ്റപ്പെടുമ്പോൾ ഈ 3 സ്വാതന്ത്ര്യവും അവിടെ ലഭിക്കുകയാണ്. പ്രവാചകൻ ഇപ്രകാരം എഴുതുവാനിടയായി, അവർക്കിനി വിശക്കത്തില്ല, അവർക്കിനി ദാഹിക്കത്തില്ല. പ്രിയ ദൈവമക്കളെ, നിത്യതയില് അവർക്കിനി വിശക്കുകയോ ദാഹിക്കുകയില്ല. ദാരിദ്ര്യമില്ലാത്തതായ ഒരു ലോകം, അത് നമ്മുടെ കർത്താവിൻ്റെ നിത്യതയില് നമുക്ക് അനുഭവമാക്കുവാൻ പോകുകയാണ്. രണ്ടാമതായിട്ട് അതിൽ ആക്രമണ ഭീതിയില്ല. യെരൂശലേമിന്റെ വാതിലുകളെ പറ്റി, ഗോപുരങ്ങളെ പറ്റി വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ നാം പഠിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, അതേ പുതിയ യെരൂശലേമിന്റെ നഗരങ്ങൾ അല്ലെങ്കിൽ വാതിലുകൾ, ഗോപുരങ്ങൾ അത് അടയ്ക്കത്തില്ല. അതിന്റെ കാരണം എന്താണ്? അവിടെ ഒരു ഗേറ്റ് കീപ്പർ ഇല്ല, അത് അടയ്ക്കത്തില്ല. അതിന്റെ കാരണം അവിടെ പിന്നെ ആക്രമണ ഭീതിയില്ല, അവിടെ ആഭ്യന്തര യുദ്ധമില്ല, അവിടെ യാതൊരു വിധമായ യുദ്ധങ്ങളുമില്ല. ആക്രമണ ഭീതി ഇല്ലാത്തതായ ഒരു രാജ്യമാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി തരുന്ന പുതിയ യെരൂശലേം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നതായ വാക്ക്, അവന്റെ ദാസന്മാർ അവനെ നിത്യം ആരാധിക്കൂ, അവർ അവന്റെ മുഖത്തെ കാണൂ. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, യാതൊരു ശാപമില്ലാത്തതായ, യാതൊരു വിധമായ രോഗമില്ലാത്തതായ, യാതൊരു വിധമായ ദുഃഖങ്ങളില്ലാത്തതായ, യാതൊരു വിധമായ ക്ലേശങ്ങളില്ലാത്തതായ, എല്ലാ ദുഃഖങ്ങളും മരണങ്ങളും ഓടിപ്പോകുന്നതായ അതിശ്രേഷ്ഠമേറിയൊരു സ്വാതന്ത്ര്യമാണ് പുതിയ യെരൂശലേം എന്നുള്ളതായ അതിവിശുദ്ധ നഗരത്തിലൂടെ നമുക്ക് തരുന്നത്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ഒരു ദിവസം നമുക്ക് മുഴങ്കാലുകളിരിക്കാം. മഹത്വ പ്രത്യാശയാൽ നിറഞ്ഞ് ജീവിക്കുന്ന ദൈവമക്കളെ, ബെന്തക്കോസ്ത് എന്ന് പറയുന്നത്, ആത്മാവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ആത്മാവിലുള്ള ജീവിതം തന്നെയാണല്ലോ. ഇന്ന് രാത്രികാലം ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്കൊരല്പസമയം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. പുതിയ യെരൂശലേം എന്നുള്ളത് ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യമാണ്. ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് തേജസ്സാകുന്ന സ്വാതന്ത്ര്യമാണ്. അതേ പ്രിയ ദൈവമക്കളെ, രൂപാന്തരം എന്നുള്ളത് തേജസ്സാകുന്ന സ്വാതന്ത്ര്യമാണ്. അത് എത്രയും പെട്ടെന്ന് സംഭവിക്കുവാൻ പോകുന്നു. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ ഇവിടെ ആയിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ആദരങ്ങൾ ഒന്ന് ചലിക്കുവാനിടയായി തീരട്ടെ. ദൈവസന്നിധിയിൽ സ്തോത്രയാഗങ്ങളോടുകൂടെ, അന്യഭാഷ സ്വരത്തോടുകൂടെ അതേ കരങ്ങളെ ചലിപ്പിച്ച് നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കുവാൻ ആരംഭിക്കാം. പുതിയ യെരൂശലേമിന്റെ ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യത്തിന്റെ പൂർണ്ണത നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ഇനി വിശപ്പില്ലാത്തതായ, ദാഹമില്ലാത്തതായ, രോഗങ്ങളില്ലാത്തതായ, വേദനകളില്ലാത്തതായ ഒരു സന്തോഷത്തിന്റെ രാജ്യം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നു. അതെത്രയും പെട്ടെന്ന് നമുക്ക് പ്രാപിക്കുവാനിടയായി തീരട്ടെ. അതിന് കാരണമായി തീരേണ്ടത് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയാണ്. തേജസ്സിൽ നമ്മുടെ കർത്താവ് അതിവേഗം വരൂ. മധ്യാകാശത്തിൽ എന്നെയും നിങ്ങളെയും ചേർക്കുവാൻ നമ്മുടെ യേശു വേഗത്തിൽ വരൂ. ഇന്ന് രാത്രികാലം ഈ പ്രത്യാശയുള്ള ദൈവമക്കളെ, നമുക്ക് ആദരങ്ങളെ ചലിപ്പിച്ച് ദൈവസന്നിധിയിൽ ശബ്ദമുയർത്തി ഇന്ന് രാത്രികാലം നമുക്ക് ആരാധിക്കുവാൻ ആരംഭിക്കാം. ഈ ആരാധനയുടെ അവസാനത്തില്, ഈ സുവിശേഷ പ്രസംഗ യോഗത്തിന്റെ സമാപന രാത്രിയെങ്കില് അത് വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുവാൻ ആരംഭിക്കട്ടെ. കർത്താവ് തൻ ഗംഭീരനാദത്തോട്